ഹലോ മക്കളെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. മക്കളെല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ +1 അലോട്ട്മെൻറ്റിന് ഓൾറെഡി ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കുട്ടികൾ അപേക്ഷിക്കാത്തതായിട്ടുണ്ട്. അപേക്ഷിക്കാത്ത മക്കളെക്കാൾ കൂടുതലാണ് അത് ഫൈനൽ കൺഫർമേഷൻ നടത്താത്ത കുട്ടികൾ. അതായത് 30,000-ലധികം കുട്ടികൾ ഇനിയും ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല. ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളിൽ പലരും ചിലപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാകാം. പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്കൊന്നും നഷ്ടപ്പെടാനുള്ള മുഴുവൻ നമുക്കാണ്. നമ്മുടെ ഒരു വർഷം തന്നെ ചിലപ്പോൾ പോയേക്കാം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ പോയേക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് കിട്ടിയില്ല, അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ വൈകി. നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്താണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയില്ല, ചിലപ്പോൾ നമ്മുടെ ലൈഫേ വേസ്റ്റായി പോകും. ഓക്കെ, അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് പൂരിപ്പിച്ചിട്ടുണ്ടാവണം, ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോട്ട്മെൻറ്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മക്കളെ ടുമോറോ, അതിന് ഡേറ്റ് വേറെ ഒന്നുമില്ല. ഓക്കെ, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ നിങ്ങൾ നാളത്തേക്ക് വെക്കരുത്. നിങ്ങൾ ഒരിക്കലും നാളത്തേക്ക് വെക്കരുത്. ഇന്ന് തന്നെ അതായത് 19-ാം തീയതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവണം. നിങ്ങളെല്ലാം ചെയ്തിട്ടുള്ള പൂരിപ്പിച്ചുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പിന്നത്തെ കാര്യം. ആദ്യം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തുന്നുള്ള, കാരണം നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ സ്കൂളുകളും കോഴ്സുകളും കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ഇന്ന് തന്നെ എന്ത് ചെയ്യണം, ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യാത്തതുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ നടത്താത്ത 30,000-ഓളം കുട്ടികൾ വേറെയുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. hscap.kerala.gov.in എന്ന സൈറ്റിൽ കൃത്യമായിട്ട് അവർ ഓരോ ഡെയിലി റിപ്പോർട്ട് അവർ ഇടുന്നുണ്ട്. ഇത്ര ദിവസം ഇത്ര പേര് അപ്ലൈ ചെയ്തു, ഇത്ര പേര് കൺഫേം ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഇടുന്നുണ്ട്. ആ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ കൺഫർമേഷൻ നടത്താത്ത കൂട്ടത്തിൽ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടുന്നില്ല, ഞാൻ അപേക്ഷ ഫുൾ ആക്കിയില്ല എന്നുള്ളത് മറ്റുള്ളവരുടെ തലയിൽ ഇടാൻ വേണ്ടി പറ്റില്ല. അതായത് ഏതെങ്കിലും സ്ഥാപനത്തെയോ അക്ഷയ സെൻറ്ററോ അല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളോ അവിടെ ഒന്നും പിന്നെ പോയി ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ചെയ്യേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ലൈഫാണ്. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ലോഗിൻ ചെയ്ത് നോക്കണം. hscap.kerala.gov.in എന്ന സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം OTP ആയിരിക്കും ചോദിക്കുക. അപ്പോൾ പലർക്കും അതും കൺഫ്യൂഷൻ, OTP ആണല്ലോ ചോദിക്കുന്നതെന്ന്. അപ്പോൾ OTP നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണിക്കുന്ന എന്താണ്, ഒരു പച്ച എഴുത്തിൽ, പച്ച കളറിലാണ് എഴുതുന്നത്. അതായത് നിങ്ങളെ അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കും എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാചകം അവിടെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഫൈനലി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ ആ സ്കൂളിൻ്റെയും കോഴ്സിൻ്റെ ആ ഒരു കോഡ്, ആ ഒരു പേജൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്താനുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന് തന്നെ അത് ചെയ്തിട്ടുണ്ടാവണം. ഇല്ല എങ്കിൽ നാളെ ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവാനോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ വരാം. ഓക്കെ, നാളെ കഴിഞ്ഞാലേ പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ കൃത്യമായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾ +1 ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമാണ്. സയൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം, നമുക്ക് ലൈവായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ കൊമേഴ്സുകാർക്ക് ജ്വാല ബാച്ചും അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉള്ള ഒരു ബാച്ച് തന്നെയാണ് കേട്ടോ. 520-ൽ 520 മാർക്കും വാങ്ങിയിട്ടുള്ള ഒരുപാട് കുട്ടികളാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ +1 പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി +2-ലും അവർക്ക് ആ ഒരു ഫുൾ മാർക്കിലേക്ക് അവർ എത്തും. 1200-ൽ 1200 വാങ്ങുന്ന മക്കളായിട്ട് അവർ വരും. അതുകൊണ്ട് നിങ്ങൾക്കും ആ കൂട്ടത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളിൽ, ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം പഠിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ.